നമുക്കിന്നൊരു കഥ വായിച്ചാലോ? ദ ലയൺ ഇൻസൈഡ് ബൈ റേച്ചൽ ബ്രൈറ്റ് ആൻഡ് ജിം ഫീൽഡ്. ഒരു വരണ്ടുണങ്ങിയ ദേശത്ത് മണൽ സ്വർണം പോലെ തിളങ്ങിയിരുന്ന സ്ഥലത്ത് ഒരു വലിയ പരന്ന റോക്ക് ഉണ്ടായിരുന്നു. പഴയ ക്രാഗി റോക്ക്. ആ റോക്കിൻ്റെ താഴെ ഒരു കുഞ്ഞു വീട്ടിൽ ഒരു കുഞ്ഞ് ശബ്ദമൊന്നും ഉണ്ടാക്കാത്ത ഒരു ബ്രൗൺ മൗസ് താമസിച്ചിരുന്നു. തൻ്റെ വീട് കണ്ടില്ലേ? കുഞ്ഞു വീട്ടിൽ ഒരു കുഞ്ഞു മൗസ് അവിടെ താമസിച്ചിരുന്നു. ആ മൗസ് തീരെ തീരെ കുഞ്ഞായിരുന്നു. സോ ഇൻക്രെഡിബിളി സ്മോൾ ആയിരുന്നു. അതുകൊണ്ട് ആരും അവനെ കാണത്തു പോലും ഇല്ലായിരുന്നു. ഇത് കണ്ടു, ഈ മൃഗങ്ങളുടെ ഇടയിൽ നിന്ന് മൗസ് ഹലോ എന്ന് പറയുന്നു. അപ്പം മാനൊക്കെ അങ്ങ് മേളോട്ടാണ് നോക്കുന്നത്, ഇതാരും ഈ ഹലോ പറയുന്നത്. പക്ഷെ അവർക്ക് കാണാൻ പറ്റുന്നില്ല ആരാന്ന്. ആരും അവനെ കാണത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്താ, ആന അവൻ്റെ പുറത്ത് ചവിട്ടും, സീബ്ര അവൻ്റെ പുറത്തിരിക്കും, എന്ന് കരയുന്നുണ്ടോ, ഔച്ച്. പക്ഷെ ആരും അറിയത്തു പോലും ഇല്ല. ഇങ്ങനെ കുഞ്ഞു മൗസായിട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മൗസ് ലൈഫ് വാസ് ടഫ്. എന്നാലോ ആ റോക്കിൻ്റെ പുറത്ത് അങ്ങ് മുകളിൽ ഒരു ലയൺ താമസിച്ചിരുന്നു. ലയൺ ആ മൗസിനെ പോലൊന്നും അല്ലായിരുന്നു. ലയണായിരുന്നു അവിടുത്തെ രാജാവ്. ലയൻ്റെ മിടുക്ക് കാരണം ആ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും ലയണിനെ ശ്രദ്ധിക്കുമായിരുന്നു. മെയിനായിട്ട് എന്തുകൊണ്ടാണ്? ലയണിൻ്റെ റോർ കാരണം എല്ലാവരും ലയണിനെ ശ്രദ്ധിക്കുമായിരുന്നു. മാത്രമല്ല, അവൻ്റെ പാക്കിൻ്റെ ഹെഡ് അവനായിരുന്നു. അവൻ ടഫായിരുന്നു, അവൻ സ്ട്രോങ് ആയിരുന്നു. അവൻ്റെ ഹിപ്പോപ്പൊട്ടാമസിനെയൊക്കെ കണ്ടു എടുത്ത് ഉയർത്തി നിൽക്കുന്നേ. അതുകൊണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാവരും അവനെ ആരാധിക്കുമായിരുന്നു. ദേ വർ ഇംപ്രസ്ഡ് ബൈ ഹിം. അപ്പം നമ്മുടെ പാവം മൗസാണ്ടി മൂലയിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടോ? മൗസ് വിചാരിച്ചു, ഷോ, എനിക്ക് ഈ ലയണിനെ പോലെ ആവാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മൗസ് ആലോചിച്ചു. അങ്ങനെ ഒരു ദിവസം മൗസിൻ്റെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു കട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്നൊരു ഐഡിയ മൗസിന് വന്നു. ചാടി എഴുന്നേറ്റ് കൈപൊക്കി പറഞ്ഞു, എനിക്ക് വേണ്ടത് ഒരു റോറാണ്. എന്നിട്ട് അവൻ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി നിന്ന് ആലോചിക്കുക, കുഞ്ഞു ടൈനി മൗസ്, എനിക്കൊരു റോറ് കിട്ടിയാലോ, ഞാൻ സ്ട്രോങ് ആൻഡ് ഗ്രെന്ന് റോറ് ചെയ്യാൻ പഠിച്ചാലെങ്ങനെ ഇരിക്കും. എന്നിട്ട് അവൻ തന്നെ പറയാം, ഞാൻ അപ്പോഴും സ്മോൾ ആയിരിക്കും, പക്ഷേ എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടും, എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടും, സോ ലൈഫ് വുഡ് ബി നൈസ്. എന്നിട്ട് അവന് റോറ് ചെയ്യാനുള്ള ആഗ്രഹം കാരണം അവനത് പഠിക്കാൻ തീരുമാനിച്ചു. കണ്ടോ, വലിഞ്ഞു കയറി ഹൗ ടു റോർ എന്ന് പറഞ്ഞ ബുക്കൊക്കെ വലിച്ചെടുത്ത് അതിനെക്കുറിച്ച് വായിച്ചു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, ലയൺ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ തിന്നുന്ന ജീവിയല്ലേ, എന്നെ പിടിച്ച് തിന്നാലോ. അതാണ്ട് പ്ലേറ്റിൽ കണ്ടോ മൗസിനെ വെച്ച് തിന്നാൻ പോകുന്നേ. ഗൾപ്പ്, എന്ത് ചെയ്യും? അപ്പം പേടിച്ചു പോയി. പിന്നെ ഇരുന്ന് ആലോചിച്ചു, ഇങ്ങനെ പേടിച്ചിരുന്നാൽ ശരിയാവില്ല, എന്നും ഞാൻ പേടിച്ചിരിക്കേണ്ടി വരും, ഫോർ എവർ ഞാൻ പേടിച്ചിരിക്കേണ്ടി വരും, ഫോർ എവർ ഐ വിൽ ഫീൽ സ്മോൾ, അത് ശരിയാവത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് ധൈര്യം സംഭരിച്ച് റോർ ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ കുഞ്ഞു മൗസ് ധൈര്യമൊക്കെ സംഭരിച്ച് ലയൻ്റെ അടുത്തോട്ട് പോകാൻ തുടങ്ങി. ദൈവമേ, എന്നെ പിടിച്ച് തിന്നല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പോയി ഏറ്റവും അവൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും സ്കെയറി കാര്യമായിരുന്നു അത്. പക്ഷേ കാര്യങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ സ്വയം മാറിയാലല്ലേ പറ്റൂ. അതുകൊണ്ട് അവൻ ധൈര്യമൊക്കെ സംഭരിച്ച് നടന്ന് റോക്കിൽ വലിഞ്ഞ് കയറി മുകളോട്ട് കയറി ഒടുവിൽ അറ്റ് ലാസ്റ്റ് ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ദാണ്ടെ ലയൻ്റെ തൊട്ട് മുന്നിൽ ചെന്ന് നിന്നു. തൊട്ട് മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മൗസ് പതുക്കെ സ്ക്വീക്ക്, ലയൺ എഴുന്നേക്കൂ, ലയൺ സ്ക്വീക്ക്, എന്നെ ഒന്ന് റോറ് ചെയ്യാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ നമ്മുടെ ലയൺ നല്ല കണ്ണടച്ചിരിക്കുക. എന്തോ സൗണ്ട് കേട്ട് ലയൺ കണ്ണ് തുറന്നത് എന്ത് പറ്റി? കണ്ണ് തുറന്ന് സടകുടഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് അയ്യോ, ലയൺ
പേടിച്ച് പുറകോട്ടൊറ്റ ഓട്ടം. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. യു വലിയ സ്ട്രോങ് ലയൺ. കാട്ടിലെ രാജാവിന് മൗസിനെ പേടിയായിരുന്നു. മൗസിനെ അത് കണ്ടപ്പോൾ സന്തോഷമായി. ലയൺ നിന്നെ പേടിയോ? എന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട ലയനെ, ഞാൻ നിൻ്റെ ഫ്രണ്ടാ, വാ നമുക്കൊന്നിച്ച് ഫ്രണ്ട്സ് ആവാം, ലെറ്റ്സ് ഹാവ് ഫൺ ടുഗദർ എന്ന് മൗസ് പറഞ്ഞു. മൗസിന് അങ്ങ് ഭയങ്കര സന്തോഷമായി. അങ്ങനെ മൗസും ലയണും ഫ്രണ്ട്സായി. അപ്പം മൗസ് മെയിനായിട്ടൊരു കാര്യം മനസ്സിലാക്കി, സ്ട്രോങ് ആവണമെങ്കിൽ റോർ ചെയ്യുമൊന്നും വേണ്ട. നമ്മൾ സ്ട്രോങ് ആയി ധൈര്യത്തോടെ നമ്മുടെ കാര്യങ്ങൾ പറയാൻ പഠിച്ചാൽ മതി, അല്ലാതെ റോർ ചെയ്യുകയോ ഷൗട്ട് ചെയ്യുകയൊന്നും ചെയ്യണ്ടെന്ന് മനസ്സിലായി. അന്ന് മുതൽ അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സായി. ആ റോക്ക് ഷെയർ ചെയ്ത് സന്തോഷത്തോടെ കഴിഞ്ഞ്. മൗസിനാണെങ്കിൽ തോന്നി, ഞാൻ വലുതായില്ലെങ്കിൽ എന്താ, ഞാൻ വലിയൊരാളാണെന്ന് മൗസിന് തോന്നി. ലയണാണെങ്കിലോ ഒരു ഫ്രണ്ടിനെ കിട്ടിയ സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കാനും തുടങ്ങി. അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞ കാര്യം എന്താ, ഏത് വലുപ്പത്തിലുള്ള ആൾക്കാരാണേലും ജീവികളാണേലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുഞ്ഞു മൗസുമുണ്ട്, ഒരു വലിയ ലയണും ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പം കുഞ്ഞു മക്കൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഉണ്ണികളെ ഒരു കഥ പറയാമെങ്കിൽ വേറൊരു കഥയുമായിട്ട് കണ്ടുമുട്ടാം. ബൈ.